അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ കാര്യങ്ങളും വികസന കാര്യങ്ങളും വിശദീകരിക്കാൻ മേഖലാടിസ്ഥാനത്തിൽ 3 ജാഥകൾ നടത്തണമെന്ന് തീരുമാനിച്ചു. അതിലാദ്യത്തെ ജാഥ നാളെ കാസർഗോഡ് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിന്റെ മുന്നോടിയായി എല്ലാ മണ്ഡലങ്ങളിലും പ്രാദേശിക വികസന പരിപാടികൾ ഉൾപ്പെടെ LDF സർക്കാരിന്റെ നേട്ടങ്ങളും രാഷ്ട്രീയവും വിശദീകരിക്കാൻ ജാഥകൾ നടത്തണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലത്തിലെ MLA ആയ ഞാൻ ഇത്തരമൊരു പരിപാടിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. NCPയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രസിഡന്റ് പത്രങ്ങളിലുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഇവിടെയുണ്ട്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെയുണ്ട്. ഒരഭിപ്രായ വ്യത്യാസം ഇല്ല. കാരണം സ്ഥാനാർത്ഥിത്വ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേന്ദ്ര പാർലമെന്ററി ബോർഡ് എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന് എല്ലാവരും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ അന്തിമ തീരുമാനം. എന്തായാലും അത് ഞങ്ങൾ എല്ലാ പ്രവർത്തകന്മാരും ഒരേ മനസ്സോടെ സ്വീകരിക്കുമെന്ന സന്ദേശം ഏത് വാർത്തകൾക്കിടയിലും വരികൾക്കുള്ളിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന NCPയുടെ സ്ഥാനാർത്ഥിയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രവർത്തകന്മാരാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. 10 മണ്ഡലം കമ്മിറ്റി പാസ്സാക്കിയെന്നത് വാർത്തയാണ്. അതല്ലേ പറഞ്ഞു, അതൊരു വാർത്തയാണ്. ആ വാർത്ത ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, പ്രവർത്തകന്മാർ തമ്മിൽ 2 ചേരിയായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒറ്റ ചേരിയെ ഈ ജില്ലയിൽ ഉണ്ടാവുകയുള്ളൂ. ഒരേ മനസ്സും ഒരേ ശബ്ദവുമുണ്ട്. NCP പ്രവർത്തകന്മാർ ഈ 13 അസംബ്ലി മണ്ഡലത്തിന്റെയും തെരഞ്ഞെടുപ്പിൽ LDFനെ ജയിപ്പിക്കാൻ ആവശ്യമായ തീവ്രമായ പരിശ്രമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആത്മാർത്ഥമായി സഹകരിക്കും. അതിലൊരു അഭിപ്രായ വ്യത്യാസവും ഈ ജില്ലയിലോ ഈ സംസ്ഥാനത്തോ ഞങ്ങളുടെ പാർട്ടിയിലില്ല. അതൊക്കെ പരിഗണിക്കേണ്ടത്, അതൊക്കെ പരിഗണിച്ചാലേ തീരുമാനിക്കുള്ളൂ. അത് പരിഗണിക്കേണ്ട കൂട്ടത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അഭിപ്രായം പറയാത്തത്. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക എന്നതാണ് LDF സ്വീകരിച്ചുള്ള നിലപാട്. ആ നിലപാട് തന്നെയാണ് ഞങ്ങളും സ്വീകരിക്കുന്നത്. അല്ല, അത് സാധ്യാസാധ്യതകളൊക്കെ പരിശോധിക്കണമല്ലോ. ഒരഭിപ്രായവും തള്ളിക്കളയുന്നില്ല. ഏതഭിപ്രായവും അതിലെ ശരിയും സാധ്യാസാധ്യതകളും പരിശോധിച്ച് ഏറ്റവും നല്ല തീരുമാനം, മെച്ചപ്പെട്ട തീരുമാനമായിരിക്കും പാർട്ടി എടുക്കുക. ദേശീയ തലത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. അതായത് ഇപ്പോൾ ജനതകളിൽ പുതിയ പാർട്ടിയായി അവർ മാറിയിരിക്കുന്നു. ഇപ്പൊ NCPയുടെ കാര്യം തന്നെ ഏത് നിമിഷം ഒരു മുന്നേറ്റം നടക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അതേത് നിമിഷത്തിൽ എന്ത് സംഭവിച്ചാലും കേരളത്തിലെ NCP പ്രവർത്തകന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് പോകും. അല്ല, പക്ഷെ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരാൻ പോകണം. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. കാരണം കേരളത്തിലെ ഞങ്ങളുടെ ഈ സുവ്യക്തമായ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കും. അല്ല, ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും പിന്നീട് മാറ്റങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒപ്പം പോകാൻ പറ്റില്ല. അല്ല, അതൊക്കെ ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കുള്ളൂ. അല്ല, അതൊരു സ്വതന്ത്രം സ്ഥാനാർത്ഥി അല്ലല്ല, സ്വതന്ത്ര സ്ഥാനം ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാൽ താങ്കൾ ചോദിച്ചതുപോലെയും സൂചിപ്പിച്ചതുപോലെയും എന്തെങ്കിലും അസാധാരണമായ ഒരു അത്ഭുതം സംഭവിക്കുമെങ്കിൽ ആ അത്ഭുതത്തെ നേരിടാൻ പര്യാപ്തമായ വിധത്തിൽ ഞങ്ങൾ മാനസികമായി തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. അല്ല, ബാക്കി അതിന്റെ നടപടികൾ അതിനനുസരിച്ച് വരുമല്ലോ. അല്ല, ആലോചനകൾ ഇപ്പം നടത്തണ്ട. അത് വന്നാൽ ഞങ്ങൾക്ക് ഒരു ദിവസം മതി ഇതൊക്കെ ആലോചിക്കാൻ. ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഇല്ലാത്ത ഞങ്ങൾ ഒരൊറ്റ ദിവസത്തെ നോട്ടീസിന് ഒരു യോഗം കൂടി തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, അതിനൊക്കെ സാങ്കേതിക നിയമപരമായ നടപടികളുണ്ടല്ലോ. അല്ല, ഒരു പാർട്ടിയിൽ ഒരു പാർട്ടിയിലും ലയിക്കില്ല. NCP അതിന്റെ സെപ്പറേറ്റ് ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കേണ്ടത് ആ നടപടികളെല്ലാം
സ്വീകരിക്കുന്നതിനുള്ള ഞങ്ങൾ ഏത് നിമിഷവും സജ്ജമാണ്. ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ അല്ല, ഞാൻ പറഞ്ഞില്ല, ഏത് നിമിഷവും LDF സ്വതന്ത്രന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. LDFലെ NCP എന്നല്ല, NCPയുടെ പേരെന്ത് അതിനാവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തും. ഞങ്ങളുടെ ഐഡന്റിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ മുന്നണി എന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കാൻ എന്ത് സംവിധാനമാണോ ഉണ്ടാക്കേണ്ടത് ആ സംവിധാനം ഏർപ്പെടുത്തണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും അഭിപ്രായം. അപ്പൊ രണ്ട് കാര്യത്തിലും NCP പ്രവർത്തകന്മാർക്ക് ആത്യന്തികമായി അഭിപ്രായ വ്യത്യാസമില്ല.